ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ് ആണെന്ന് പറയാം. അതുപോലെ ഒരു ചെറിയ കാര്യമാണ് കേട്ടോ, കേൾക്കുമ്പോൾ നിസ്സാരമായിരിക്കും. എനിക്ക് വെറുതെ വീട്ടിലിരുന്നപ്പം ഷൊർണൂർ വരെ ഒന്ന് ട്രെയിനിൽ പോയാലോ എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ ഇന്ന് വർക്കില്ലാത്ത ദിവസമായിരുന്നു രണ്ടാൾക്കും. അപ്പോൾ ഒന്നും നോക്കിയില്ല, കുട്ടികളെയും കൂട്ടിയിട്ട് നേരെ ഷൊർണൂർ വിട്ടു. ഷൊർണൂർ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല, ജസ്റ്റ് അതേനെ കൂടെ പോകുക, അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം, അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. നമ്മൾ അതേനെ എല്ലാ കമ്പാർട്ട്മെൻറ്റിൽ കൂടെയും ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അതിന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ഉദ്ദേശങ്ങളായിട്ട് വരുന്ന കുറേ ആൾക്കാർ, കുറേ പെട്ടിയും ബാഗും ഒക്കെ ആയിട്ട് ഭയങ്കരമായ ലക്ഷ്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന കുറേ ആൾക്കാർ, ട്രെയിൻ കാത്തിക്കുന്നതും, അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളും മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. അതേപോലെ നമ്മളെപ്പോലെ വെറുതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ വരുന്ന കുറേ ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാഴ്ചയാണ്, ഒരുപാട് പക്ഷികൾ ഒന്നിച്ച് ഒരു മരത്തിൽ, രണ്ട് മരത്തിൽ വന്നിട്ട് ചേക്കേറുക. ഏകദേശം വൈകുന്നേരമായിരുന്നു. അപ്പം അവർ നമ്മളെ വീട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ വരുന്നത് പോലെ അവർ ആ മരത്തിൽ വന്നിട്ട് ഒരുപാട് പക്ഷികൾ വന്നിട്ട് വരുമ്പോൾ ഭയങ്കര സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല ഒരു രസമുള്ള കാഴ്ചയായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വിശന്നപ്പോൾ നമ്മൾ പോയിട്ട് നല്ല ചായയും പരിപ്പ് വടയും എണ്ണക്കടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ തിരക്ക് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും മൊത്തത്തിൽ നല്ലൊരു കാഴ്ചയും ഇതാണ് നമ്മളെ ലൈഫ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും നമ്മൾ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, നിസ്സാരമായ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ലൈഫ് സക്സസ് ആണ്. ശരിക്കും അത് നമുക്കപ്പോൾ മനസ്സിലാവില്ല, നമുക്കതപ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യുക. പക്ഷേ അതൊക്കെയാണ് ജീവിതത്തിൻ്റെ ലൈഫ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ലൈഫിനെ നല്ല രീതിയിൽ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ലൈഫ് സക്സസ് ആണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വരും. അപ്പം നമ്മൾ ഒരുപാട് നേരം അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമുക്ക് അവിടെ ഓരോ ട്രെയിനുകൾ കണ്ടപ്പോൾ എനിക്കതിൽ കയറിപ്പോയാലെന്നുള്ള ഫീലൊക്കെ വന്നു. പക്ഷേ നമുക്ക് തിരിച്ച് പോയിട്ട് നാളെ വർക്കിന് പോകാനുള്ളത് കൊണ്ട് ട്രെയിനിലൊന്നും കയറി എന്തായാലും പോയില്ല. നമ്മൾ കുറച്ച് നേരം അതിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നിലമ്പൂരിലോട്ടുള്ള ട്രെയിൻ വന്നാലാണ് നമുക്ക് തിരിച്ച് അങ്ങാടിപ്പുറത്തേക്ക് പോകാൻ പറ്റുക. അപ്പോൾ അത് വരുന്നത് വരെ കുറേ നേരം കുറേ കയറിയിട്ടും ഇറങ്ങിയിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഞാൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര ചെറുതായപ്പോൾ വന്നതാണ്, എനിക്ക് ഓർമ്മകളൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും പോകുമ്പോൾ ഷൊർണൂർ ഇറങ്ങണില്ല, നേരെ അങ്ങനെ ട്രെയിനിൽ പോവില്ല. എന്തായാലും ഇവിടെ വരാനും ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമായി. അപ്പോൾ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ